അസ്സലാമലൈക്കും. വീട്ടിൽ ബാലൻസ് ഇരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഡോർമേറ്റ് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മാറ്റി വെക്കാനായിട്ട് കുറച്ച് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡോർമേറ്റ് മേക്കിംഗ് വീഡിയോ ആയിട്ടോ ഇന്നത്തേത്. അപ്പോൾ ഞാൻ ഇവിടെ 2 ടൈപ്പ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഒരു ബെഡ്ഷീറ്റും ഒരു മുണ്ടും. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പലതരം കളറിലെ വേസ്റ്റ് മെറ്റീരിയൽ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. പിന്നെ 2 കളറിലാണ് വേസ്റ്റ് മെറ്റീരിയൽ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ രണ്ടിൽ നിന്നും ഇതുപോലെ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ഇഞ്ച് വിട്ട് വരുന്ന പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ലെങ്ത്ത് നിങ്ങൾക്ക് ആ മെറ്റീരിയലിൽ നിന്ന് എത്രത്തോളം ലെങ്ത്ത് കിട്ടുമോ അത്രയും ലെങ്ത്തിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു 2 ഇഞ്ച് വിട്ട് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വിട്ട് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. നിങ്ങളുടെ തന്നെ അനുസരിച്ച് നമുക്ക് വിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറച്ചധികം പീസുകൾ തന്നെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് സിമ്പിളായിട്ട് ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ ഞെറിഞ്ഞ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വീണ്ടും കാണിച്ചു തരാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 2 ഇഞ്ചാണ് കേട്ടോ വിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി വിട്ട് കൂട്ടിയെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രില്ലിട്ടെടുത്ത് തീർത്ത് ഡോർമേറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ആട്ടോ ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യമേ ഫ്രില്ലിട്ട് വെക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഫ്രില്ലിട്ട് പോയാലും മതി കേട്ടോ. അതിനു മുമ്പ് നമുക്ക് ഈ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ചവിട്ടിക്ക് ഒരു ബേസ് വേണമല്ലോ. ബേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ചാക്കാണ്, പ്ലാസ്റ്റിക് ചാക്കാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടിയുള്ള വല്ല ബെഡ്ഷീറ്റിൻ്റെ തുണിയോ ആണ് എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും മെറ്റീരിയൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ചാക്കാണ് എടുത്തിരിക്കുന്നത്. ചാക്ക് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും തെന്നിപ്പോകൂല എന്നൊക്കെ. അപ്പോൾ അത്യാവശ്യം കട്ടി വരുന്നതും നിങ്ങൾക്ക് ചാക്കിനോടൊരു ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല കട്ടിയുള്ള കോട്ടൻ്റെ മെറ്റീരിയൽ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. 20 ഇഞ്ച് ലെങ്ത്തും വിട്ടുള്ള ഞാൻ ഒരു ചാക്കിൻ്റെ പീസാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ കട്ടിയുള്ള മെറ്റീരിയലിൻ്റെ ലെങ്ത്തും വിട്ടും 20 ഇഞ്ച് ആവാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് ചാക്കിൻ്റെ ബേസ് മറയ്ക്കാനായിട്ട് ഞാൻ ആ ഒരു സെയിം ലെങ്ത്തും വിട്ടും വരുന്ന വേറെ ഒരു എക്സ്ട്രാ പീസ് കൂടി എടുത്തിട്ടുണ്ട്. ഒരു മുണ്ടിൻ്റെ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കട്ടിയുള്ള വേറെ ഏതെങ്കിലും പീസാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ 2ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളുടെ ആ കട്ട് ചെയ്ത് വെച്ച പീസ് ഫ്രില്ലിട്ട് നമുക്ക് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ആയതുകൊണ്ട് തെന്നി പോകാണ്ടിരിക്കാനായിട്ടാണ്, നമ്മൾ കട്ടി ഒന്ന് കിട്ടാനായിട്ടാണ് ഞാനിങ്ങനെ ഒരു ബേസ് പോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ പ്രിൻ്റ് വന്ന ആ ഒരു സൈഡിൽ വെച്ച് ആ പീസ് വെച്ചിട്ട് ഇതുപോലെ 3 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ചീത്ത വശത്ത് നിന്ന് ഉള്ളിലേക്കാക്കി നല്ല വശം എടുക്കുക, പുറത്തൊക്കെ നല്ല വശം എടുക്കാം. ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ എടുക്കുക. നമുക്ക് ഈ മൂലകളൊക്കെ സെയിം ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കത്രികയൊക്കെ വെച്ചൊന്ന് കുത്തി കൊടുത്തതിന് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ കോണും നല്ല കൂർത്ത് തന്നെ നിൽക്കുന്ന പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങൾ കട്ടിയുള്ള വേറെ ഏതെങ്കിലും മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ സൈഡും ഇതുപോലെ കറക്റ്റിന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ആ ഓപ്പൺ ആയിരിക്കുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ഉള്ളിലോട്ടാക്കിയിട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളുടെ എല്ലാ സൈഡും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മളുടെ മുണ്ടിൻ്റെ ആ ഒരു കട്ടിയുള്ള ഭാഗം താഴേക്ക് വെച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ നമ്മൾ നേരത്തെ ഫ്രില്ല് ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു പീസുകളുണ്ടല്ലോ, അതായത് നമ്മൾ 2 ഇഞ്ച് വെച്ച് കട്ട് ചെയ്തിരിക്കുന്ന പീസിലൊക്കെ ഞാൻ കുറച്ച് ഫ്രില്ലുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഫ്രില്ലിട്ട് വെച്ച് പീസുകളൊക്കെ ഇങ്ങനെ റൗണ്ടിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ റെഡ് കൊടുത്തു, പിന്നെ ബ്രൗൺ കൊടുത്തു, അങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മൾട്ടി കളർ യൂസ് ചെയ്യണമെങ്കിൽ മൾട്ടി കളർ മെറ്റീരിയൽ യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഞാൻ സെൻറ്ററിൽ കുറച്ച് ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടിട്ട് അവിടെ നല്ല കട്ടിക്ക് 2 പീസ് ആ ഒരു വിഡ്ത്തിനും ലെങ്ത്തിനും അനുസരിച്ച് 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാ സൈഡ് വശവും പകുതി ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഡോർമേറ്റ് ഈസി ആയിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ടൈം വേണോട്ട് ഇങ്ങനെ ഫ്രില്ലിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെയാണ് ഡോർമേറ്റ് മേക്കിങ്ങിൻ്റെ വീഡിയോ പറഞ്ഞു പോയത്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ, ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതാണ്. ഇതിനു മുമ്പ് നമ്മൾ ഈസി ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഡോർമേറ്റ് മേക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ പോയി കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.